അപ്പം നമ്മൾ അടുത്ത ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഒഫീഷ്യൽ ടീസർ. ധ്യാൻ ശ്രീനിവാസൻ, ഇന്ദ്രനീൽ ഗോപൻ, അങ്ങനെയാണ് തോന്നുന്നു. 3.9 ലാക്ക് വ്യൂസ് ഉണ്ട്. 10 മണിക്കൂറായി വന്നിട്ട്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. നമ്മളെ മറ്റേ മിന്നൽ മുരളി യൂണിവേഴ്സ് പെട്ടെന്ന് ഒരു സാധനമാണെന്നൊക്കെ പറയുന്നത്. നമുക്കൊന്ന് ട്രെയിലർ കണ്ടോ എന്തായാലും. Use headphones from the producer Venkatesh. കോട്ടയം നസീർ ഭയങ്കര നടനായിരുന്നു. ഈ ചെറിയ ചെറിയ തേങ്ങാമോഷണവും അതൊക്കെ തർക്കവും തീർക്കലും മാത്രമല്ലല്ലോ ഉജ്ജ്വലൻ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരാളുമായിട്ട് ഉജ്ജ്വലനെ വിളിക്കോ? ഒരു ചുവട് നമ്മുടെ കണ്ടുപിടിക്കുന്നവരെ ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ എന്റെ മുന്നിൽ സസ്പെക്റ്റാണ്. മോശയുള്ള കത്തിയും കൈകളിലേന്തിയ ചോരയിലെ കുളിച്ചു കിടക്കുന്ന ഇവരുടെ ശവശരീരം. ഞാനിപ്പോ എത്തി നിൽക്കുന്നിടത്ത് അവനെത്താൻ അവനിനി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ആരാണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമേ. ഇതിൽ ഞമ്മക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ കേട്ടോ. കുഡൂസ് വൈൻസിലെ അമീൻ, പിന്നെ കൂടുതൽ പേര് ഓർമ്മയില്ല, പക്ഷെ ഓരോ വീഡിയോസ് ഞാൻ കാണാൻ സ്ഥിരമായിട്ട് കാണാനാണ്. ഭയങ്കര പൊളി വീഡിയോസാണ് ഇത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അതിലെ മിന്നൽ മുരളിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ. പിന്നെ ഇന്ദ്രനീൽ ഗോപൻ, അർസി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെയാണ് കണ്ടത്. രാഹുൽ ജി. ധ്യാൻ ശ്രീനിവാസന്റെ കുഞ്ഞിരാമായണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. കാരണം അതിലുള്ളൊരു പ്രത്യേക അഭിനയമാണ്. ഒരു പൊട്ടനായിട്ട് അറിയില്ല, ജീവിക്കാതറിയില്ല, അങ്ങനെ ചെയ്തിട്ടൊരു സാധനമാണ്. ലാലു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഏട്ടുണ്ട് ലാലു. ഇവര് രണ്ടുപേര് ഏകദേശം ഒരുപാടാണ് കാണാൻ. എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധ്യാൻ ശ്രീനിവാസനെ. ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത കോമഡിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു നടനാണ്. എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഒരു വമ്പ ഹിറ്റാവുന്ന വിചാരിക്കുന്നു. എന്തെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ എല്ലാ സിനിമയിലെയും ട്രെയിലർ കാണുന്ന ഒരു തിയേറ്ററിൽ പോയി കാണുന്ന ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും പടം സെറ്റാവട്ടെ.